ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സദ്യക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറൊരു അടിപൊളി ഐറ്റം കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി. പേര് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ടല്ലേ. ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത മനുഷ്യർ കാണില്ല അല്ലേ. എന്തൊരു ടേസ്റ്റാണ് ഇതിന്. അതും നമ്മുടെ നാട്ടുമാങ്ങയൊക്കെ വെച്ച് അങ്ങോട്ട് ചെയ്താലുണ്ടല്ലോ, പൊളിക്കും. അപ്പം ഇവിടുത്തെ നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ കാരണം നാട്ടുമാങ്ങയൊന്നും കിട്ടത്തില്ല. ഞങ്ങളിപ്പോൾ കുവൈറ്റിലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഏതോ ഒരു നാട്ടിലെ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങ ഏതായാലും എന്താ സംഭവം പുളിശ്ശേരിയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ചെയ്ത് നോക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് കഴിച്ചു നോക്കില്ല, ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കളയാം. അതിനിപ്പോൾ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാങ്ങാണ്ടിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതൊക്കെ കുറച്ച് മതി കേട്ടോ. മുളക് പൊടിയൊന്നും അധികമൊന്നും വേണ്ട. നമ്മൾ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരണ്ടിയത് എടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകവും കൂടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് എന്താ പറയണ്ടേ, നമ്മുടെ ശർക്കര, പിന്നെ കടുക് വറുക്കാനായിട്ടുള്ള വറ്റൽമുളക്, ഉലുവ, കടുക്, കുറച്ച് കറിവേപ്പില. ഇനി നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മാങ്ങയും പച്ചമുളകും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് നല്ലോണം നമ്മൾ ഉടച്ചാണ് എടുക്കുന്നത്. കഷ്ണമായിട്ട് കിടക്കുന്നത് അത്ര സുഖമില്ല. അപ്പം നല്ലോണം ഉടച്ച് തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊക്കെ എന്തുമാത്രം വേണമെങ്കിലും ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല. നല്ലോണം വെന്തോട്ടെ. അപ്പോൾ അതങ്ങനെ അതവിടെ കിടന്ന് വെന്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ നമ്മുടെ തേങ്ങ അരയ്ക്കാൻ പോവാം. എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ തേങ്ങയും ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ലോണം അരയണം കേട്ടോ. നല്ല നെയ്യ് പോലെ അരയാന്നൊക്കെ പറയില്ലേ, അതുപോലെ അരിഞ്ഞെടുക്കണം. ഇപ്പം എൻ്റെ മിക്സി അത്ര ശരിയല്ലാത്തതുകൊണ്ട് അത്ര നെയ്യ് പോലെ അരിഞ്ഞിട്ടില്ല. എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വെന്ത് വന്നിട്ടുള്ള ആ ഒരു മാങ്ങയിലോട്ട് നമ്മൾ നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അപ്പം നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല കേട്ടോ. ഇതിപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന മാങ്ങയ്ക്ക് കാണാൻ ആൾ സുന്ദരനാണെങ്കിലും വലിയ മധുരമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കിടന്നിങ്ങനെ വേവട്ടെ. ഇടയ്ക്കൊന്ന് നോക്കിക്കോണം വെള്ളം വറ്റി പോകുന്നുണ്ടോയെന്ന് കേട്ടോ. അടുക്കി പിടിക്കില്ല. ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ അതവിടെ റെഡിയായി. ഇനിയിപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുണ്ടല്ലോ, തേങ്ങയും ജീരകമൊക്കെ കൂടെ, അതും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമുക്കറിയാലോ നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ തൈര് എടുത്ത് വെച്ചേക്കുന്ന നല്ല കട്ട തൈരാണ്. അപ്പം അതൊഴിക്കുമ്പം കൂടുതൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് വെള്ളം കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണം, മറന്നു പോകരുത്. കണ്ടോ, ഈ പരുവത്തിലായി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഇത് തിളപ്പിക്കരുത്. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഒരു ബബിളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോഴത്തേനും സംഭവം നിർത്തിയേക്കണം കേട്ടോ. തിളപ്പിക്കുകയേ ചെയ്യരുതേ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കാം നമുക്കല്ലേ. ഇനിയിപ്പോൾ സൈഡിലൂടെ ഇങ്ങനെ ബബിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞു, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പുളിശ്ശേരി മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റായി സാധനം. എന്തായാലും ഇത്തവണത്തെ ഓണത്തിനോ അല്ല എന്താഘോഷത്തിനാണെങ്കിലും, അല്ല ഇപ്പോൾ ആഘോഷമാണെന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും ഉണ്ടാക്കാം. അസല് കറിയായത്.
എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സദ്യയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്നെ അറിയിക്കാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കല്ലേ. പിന്നെ എല്ലാവരും താഴെ ഒരു കമൻറ്റും കൂടി ഇട്ടേക്കണം. നമുക്ക് അറിയണമല്ലോ എങ്ങനെയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്നൊക്കെ അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം നല്ല സജഷൻസ് ഒക്കെ പറയുക, കമൻ്റ് ഇടുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വരും. താങ്ക് യു സോ മച്ച്.